ചെരുപ്പതാ പോണു. ഒരു ചേമ്പും തണ്ടുണ്ട് അവിടെ. കർമൂസി കപ്പയുണ്ട്. ചേമ്പും തണ്ട് എടുക്കട്ടെ. ഒരു ചേമ്പും തണ്ട് കിട്ടണേ. കറുത്ത നല്ലേനല്ലേ? അത് നല്ല കറുത്തേനു. ഇവിടെ കണ്ടോ? ആ കണ്ടു. എടുക്കട്ടെ. ഒരു തണ്ട് മതിയോ? രണ്ട് തണ്ട്. ഒരു തണ്ട് കൂടി എടുക്കട്ടെ. രണ്ട് തണ്ടുണ്ടാകും കേട്ടോ. ഇങ്ങനെ വെട്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഇല ഇവിടെ ഇടാം. ഒരു കറി വേറെ തന്നെ പറയാം. ഇതിൻ്റെ തൊലിങ്ങോട്ട് കളഞ്ഞിട്ട് ഇത് നന്നാക്കാം. അപ്പോളേ ഞാൻ അത് തോട്ടിൻ്റെ ഇത് നന്നാക്കട്ടെ. ഇതെന്തിനാ അറിയില്ലേ? പാളേ എന്തിനാ ഇവിടെ ഇരിക്കാനേ. അവിടെ ഇരിക്കാനേ നാളേക്കൊക്കെയുള്ള കൂട്ടാനാണ്. അപ്പോൾ എല്ലാരും ചോദിക്കും. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാരും ചോദിക്കും, വൈകിട്ട് താങ്കളെ പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പോന്നൂലേ ബാലവാടിക്ക്, പിന്നെ എങ്ങനെ നിങ്ങളെ ഈ പണി ഇത്ര എളുപ്പം ഒരുങ്ങണം? അപ്പൊ ഞാൻ പറയും, ഞാൻ അതുണ്ടാക്കി ഇതുണ്ടാക്കി പടുകൂട്ടാനുണ്ടാക്കി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കി നിങ്ങൾ 8:30 പെരിയിൽ അംഗനവാടിയിൽ എത്തിയോ ചോദിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നാളേക്കൊക്കെ കൂട്ടാൻ വെക്കാനുള്ളത് ഇന്നലെ നമ്മളിങ്ങനെ കഷ്ണമൊക്കെ വെട്ടി ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളെ അങ്ങോട്ട് കൂട്ടാൻ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചൂട്ടാ ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ലേ? എനിക്കിഷ്ടം അങ്ങനത്തെ കറി കൂട്ടാന്. കറി ഇഷ്ടമല്ല, കൂട്ടാൻ തിന്നും. ഈ കൂട്ടാൻ ഇഷ്ടം എനിക്ക്. ചേമ്പിന്റെ തണ്ട്. ചേമ്പും ചേമ്പ്. ഇത് ചേമ്പിന്റെ തണ്ട്. ഇത് കർമൂസ. ഇതെന്താന്നറിയോ? പൂളന്റെ മാതിരി ഉണ്ട് അല്ലേ? അതെ, ഓൻ പൂള അറിയണ്ടത്. ഞാൻ കപ്പയാണ് കേട്ടോ. ഞങ്ങളിവിടെ പൂളാന്ന് തന്നെയാണ് പറയാ. അപ്പൊ ഇന്നാളൊരു ദിവസം ഞാൻ വീഡിയോയില് പൂളാന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, താത്ത അങ്ങനെ പറയല്ലേ, ഞങ്ങളിവിടെ പൂളാന്ന് പറഞ്ഞാൽ തെറിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അന്ന് മുതലാണ് ഞാൻ കപ്പ പറയാൻ തുടങ്ങി. എനിക്ക് കപ്പ എന്ന് പറയാൻ ഭയങ്കര ഇടങ്ങേറുണ്ട്. എനിക്ക് പൂളാന്ന് പറഞ്ഞാണ് ചേരായത്. പക്ഷെ ഞാൻ വീഡിയോയിൽ കപ്പ എന്ന് പറയണേ. എന്താണെന്നറിയോ, ഇനിയിപ്പോൾ ചില നാട്ടിൽ അത് തെറിയായി തോന്നിയാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചേമ്പും തണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കർമൂസ എടുക്കട്ടോ. കർമൂസ ചരച്ചിക്കണാവോ? അതായത് ചെറിയൊരു റോസ് കളറുണ്ട്. മധുരം ഉണ്ടോക്കട്ടോ. അപ്പോൾ നമ്മളെ അത് ചനച്ചിന്ന് കേട്ടോ. അത് കണ്ടില്ലേ, നല്ലോണം ചനച്ചിട്ട് മധുരമുണ്ട്. അപ്പോൾ ഇത് കൂട്ടാൻ രസം ഉണ്ടാവില്ലേ? ഞാൻ എന്ത് ചെയ്തു, പച്ച ചെറുതെടുത്തോളൂ. ചെറുതെടുത്തോളൂ. അത് എന്താ പറയുക, ഇതാക്കിയിട്ടില്ല. എന്താ വർത്താനം? ചായ അടിച്ചോ? എന്താ സ്കൂളത്തേക്ക് വർത്താനം? എന്താ ചായക്ക് കടി വെച്ചിട്ടാ? എന്ത്
കറുമൂസന്റെ ഈ ഫ്രണ്ട് ഭാഗല്ലേ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. എന്നാലും ഇപ്പോൾ ഇന്നാളൊരു ദിവസം കമൻറ്റിൽ പറയുന്നുണ്ട്, കമൻറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫേക്ക് ഐഡിയ എന്നാണ് കമൻറ്റ് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡാണ്, അത് കഴിക്കാനാണ് താല്പര്യം. നിങ്ങളെ ഈ എന്താ പറയുക ചക്കക്കൂട്ടാൻ വെച്ചോണ്ടിരുന്ന കമൻറ്റ്, നിങ്ങൾ ഈ ചക്കക്കൂട്ടാനൊക്കെ ആര് കാണാനാണ് ചോദിച്ചിരുന്നു. മാഷാ അല്ലാ, ആ ഒരു വീഡിയോ 1,00,000 ആൾക്കാർ കാണുകയും ചെയ്തു കേട്ടോ. അങ്ങനെ മണ്ണുണ്ട് കേൾക്കട്ടെ. ഇത് കൂടണോ, എനിക്ക് കൂടണോ വീഡിയോയില്? വേണ്ട, വാടാ വാറിച്ചുട്ടാ, ഞാൻ ഒറ്റക്കൊള്ളു റിച്ചുവോ റിച്ചുട്ടാ, ഈ വന്ന അങ്ങനെ തോട്ടിൽ വെള്ളം ഒരു സൗകര്യമായിട്ടോ, മണ്ണൊക്കെ ഇങ്ങനെ കഴുകി കളയാന്. ചെരുപ്പതാ പോണു. അപ്പോൾ ദാ കപ്പ, കറുമൂസ, ചേമ്പും തണ്ട്, ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ പിന്നെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കപ്പ, കറുമൂസ, ചേമ്പും തണ്ട് ഒക്കെ എടുത്തിട്ടോ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളെ നാടൻ രീതിയിലുള്ള അടിപൊളി ഫുഡ് കേട്ടോ. ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടോ എല്ലാവർക്കും? ഞമ്മക്ക് ഇങ്ങനത്തെ ഒക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകൾ മാത്രം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉള്ള ഫുഡുകൾ മാത്രമൊന്നുമല്ല, എല്ലാ ഫുഡും ഉണ്ടാക്കും കേട്ടോ. കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ഇതാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാത്തതൊന്നുമല്ല, പക്ഷേ വെറുതെ ഒരു രസം. അപ്പോൾ ദാ നമ്മളിത് കൂട്ടാനുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ആ തോട്ടിലെ വെള്ളം അഴുക്ക് വെള്ളമാണ്, അഴുക്ക് വെള്ളം കൊണ്ടാണോ കഴുകിയത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് നല്ല വെള്ളമാണ്, അത് പുഴയിൽ നിന്ന് നേരിട്ട് വരികയാണ്.
ഒരഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത തോട്ടിൽ കൂടെയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ എന്താ പറയുക, എല്ലാത്തിനും ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം ആ വെള്ളം എടുക്കില്ല, എല്ലാത്തിനൊക്കെ ആ വെള്ളം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനിതുകൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. കാരണം പിന്നെ ഇത് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കട്ടോ. അടുപ്പത്ത് വേവിച്ചുകൂടായില്ല, അടുപ്പത്ത് വേവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേവിക്കണത്. അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്, തിളച്ചു. റേഷൻ അരിയാണ്. റേഷൻ അരി ആയാൽ എന്താണെന്നറിയോ, പെട്ടെന്ന് ഇങ്ങനെ തിളക്കുമ്പോൾ അടിയിൽ പിടിക്കുകയാണിത്, ഇങ്ങനെ പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ അടിയിൽ കൂടെ നല്ലോണം ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. അത് ഒന്ന് മാറി നിന്നാൽ നല്ല പായസ ചോറാവും പെട്ടെന്ന്. അപ്പം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അടുപ്പത്തേക്ക് കേട്ടോ, ഉപ്പിട്ടിട്ടേ അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഇത് ഇപ്പം മുളകിടുന്നില്ല, കുറഞ്ഞ വെള്ളത്തിൽ കൂട്ടാൻ പോലെയാണ് ഉണ്ടാക്കുന്നത്. അത്ര വെള്ളം ഉണ്ടായിക്കോട്ടെ, എന്നിട്ടുണ്ട് കുക്കറിൽ വേവിക്കാം. ഇതിലേക്ക് ഞാൻ നമ്മളെ ഈ കറിക്ക് ഇറച്ചിയോ ഒന്നുമല്ല നല്ലത്, നല്ല ഉണക്ക മീനാണ് കേട്ടോ ആവശ്യം, നല്ല ഉണങ്ങിയ മീനാണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, സൗദ, അവൾ തന്നതാണ് കേട്ടോ എനിക്ക്. അവളെ വീട് കൂട്ടായിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എനിക്ക് അവൾ തന്നതാണ് കേട്ടോ ഈ ഉണക്ക മീൻ. അത് വെള്ളത്തിലിട്ടൊക്കെ, അതിന് വല്ലാണ്ട് ഉപ്പൊന്നുമില്ല, അവർ തന്നെ വീട്ടിൽ ഉണക്കിയതുകൊണ്ട് വല്ലാതെ ഉപ്പൊന്നുമില്ല, കുറച്ച് ഉപ്പേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മീനല്ലല്ലോ, വീട്ടിലുണ്ടാക്കിയല്ലേ, അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ മതി, അത് തുപ്പാണ് പോകും കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് ഇതിലേക്ക് പച്ചമുളക് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ നല്ലോണം ഒന്ന് തിരുമ്പി കഴുകണം. നാളികേരം ചതക്കണം ആ ചേമ്പുക്ക്, അപ്പോൾ അതിന് പച്ചമുളക് ഇടട്ടോ ചതക്കാൻ. അതിലേക്ക് ചെറിയുള്ളി ഇതങ്ങോട്ട് ചതച്ചെടുക്കട്ടെ കേട്ടോ മിക്സീൻ്റെ ജാറിൽ. അപ്പത്തിന് നമ്മളെ അരിപ്പ വേവും. അപ്പോൾ മുളകും ഉള്ളിയും ഒക്കെ ചതച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തേക്ക് ഇട്ട് വെക്കട്ടോ. അപ്പോൾ നമ്മളെ പച്ചമുളകും ചെറിയുള്ളിയും നാളികേരൊക്കെ ചതച്ചെടുത്തിക്കണേ. ചേമ്പും കർമൂസൊക്കെ വെന്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അരി വെന്ത് ചോറ് ഊറ്റുകയാണ്. എത്ര വേഗമാണ് ഈ റേഷൻ അരി വേകണത് തമ്പുരാനേ, എനിക്കറിയില്ല. ഒന്നും കൂടി ഇട്ട് തിളക്കുമ്പോഴത്തേനും ഇത് വെന്ത്. ഇപ്പം ഇട്ടിട്ടുള്ളൂ ഞാനേ, ഇതിപ്പം ഇട്ടിട്ട് ഞാൻ നാളികേരം ചിരകി അത് ചതച്ചു. ആ ടൈം കൊണ്ട് നമ്മളെ ചോറും വെന്തു. എത്ര പെട്ടെന്നാണ് ഇത് വേവണത്. കുഞ്ഞാണിയാണെങ്കിൽ ചോറ് വേവേറിയാൽ തലക്ക് വിട്ടിട്ടു. ജന തിന്നള അറിയുന്നോട്, ജന തിന്നള എനിക്ക് വേണ്ട അറിയും. അങ്ങനെയാണ് കുഞ്ഞാണി. അങ്ങനെ നമ്മളെ ചോറ് വെന്ത് ഊറ്റി. നമ്മുടെ പൂള, കപ്പ, ചേമ്പ് എന്താണ്ട് കർമൂസൊക്കെ വെന്ത് കേട്ടോ. ഇതിക്ക് നാളികേരം ഇതാക്കണ ചതച്ചത് ഇതാണ്ട് ഇട്ട് കൊടുക്കട്ടോ. ഇതിട്ട് കൊടുക്കാം, തുടച്ചിട്ട് കൊടുക്കട്ടെ. ഇത് തൂമിക്കാൻ വേണ്ടിയിട്ട് കടുകാണ് കേട്ടോ ആദ്യം ഇടേണ്ടത്. ഞാനതിൽ നാളികേരം ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കടുകില്ല, കടുക് കഴിഞ്ഞിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ചെറിയുള്ളി ഇടുക, അല്ലെങ്കിൽ കടുക് പൊട്ടിയിട്ട് പിന്നെ നമ്മളെ ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇന്നലെ കടുക് വാങ്ങിക്കാൻ കടയിൽ പോയിട്ടോ, കടുക് വാങ്ങാൻ മറന്നുപോയി. എന്തൊക്കെ എന്നിട്ട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? ഇതിൽ ശരിക്കും ആദ്യം നമ്മൾ കടുകാണ് പൊട്ടിക്കേണ്ടത്. അതൊരു കറിവേപ്പിൻ്റെയും ചാടിലേക്ക് കടുകാണ് കേട്ടോ പൊട്ടിക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അതിക്ക് ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി ഒന്ന് മൂക്കട്ടെ. കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എല്ലാവർക്കും അറിയാം, അത് ഞാൻ ചെയ്യുന്ന റെസിപ്പികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമുള്ളേ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും സുഖമാണ് അല്ലേ? പിന്നെ ഞാൻ അന്ന് ബാഡ് കമ്പനിനെ കുറിച്ച് വീഡിയോ ഇട്ടില്ല, അതിൻ്റെ ശേഷം പിന്നെ ബാഡ് കമ്പനി വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ആൾക്ക് കണ്ണ് തുറന്നു തോന്നുന്നുണ്ട്. പിന്നെ ഒറ്റൊരു ബാഡ് കമൻറ്റ് വന്നിട്ടില്ല. മറ്റേത് ഇമെയിൽ ഐ ഡി മാറ്റി കമൻറ്റ് ഇടല്ലേ. ഇപ്പോൾ എന്തോ
ചെയ്തതൊക്കെ തെറ്റാണ് ബോധ്യപ്പെട്ടിട്ടായിരിക്കാം പിന്നെ ബാഡ് കമൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്ക് ആ കൂട്ടാനൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ പടുകൂട്ടാൻ എന്ന് പറയുന്നത് ഇണ്ണിത്തണ്ട് വേണം. ഇണ്ണിത്തണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൾ കറി വെച്ചിൻ്റെ ഒരു ബാക്കി തണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പക്ഷേ അത് ഞാൻ നോക്കുമ്പോൾ പറ്റ അങ്ങോട്ട് വാടിയിട്ടുണ്ട്. ആ ഫ്രഷാണ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അത് കളഞ്ഞു. ഉള്ളി ഒന്നും ഇങ്ങോട്ട് വെന്താൽ മതി കേട്ടോ. നല്ലോണം കരിയണ്ട. കരിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളെ കൂട്ടാൻ്റെ ടേസ്റ്റാണ് പോകും. ഒന്നും ഇങ്ങോട്ട് മൂക്കാനേ പാടുള്ളൂ. ഇപ്പം അത് മൂത്തിക്കണം കേട്ടോ ഏകദേശം. ഇനി ഇത് എന്ത് ചെയ്യുക, കൂട്ടാനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഒഴിവാക്കാം, തട്ടിക്കൊടുക്കാം. നമ്മളെ നാളികേരം ഇങ്ങനെ ഇട്ട് കൊടുത്തിക്കല്ല ഇതിക്ക് ഇങ്ങോട്ടില്ല. എന്നിട്ട് ആ ചട്ടിക്ക് കുറച്ച് കൂട്ടാനിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ചട്ടിയത്തത് ഫുള്ള് ഇതിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കൂട്ടാൻ കയ്യിൽ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. നമ്മളെ പടുകൂട്ടാൻ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലിടയ്ക്ക് ഉപ്പും കൂടി ഉണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോക്കട്ടെ. എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലോ, ഇത് നമ്മളെ ചേമ്പും കറുമൂസയും കപ്പയും എല്ലാം ഇട്ട് ഇത് ഭയങ്കര ഒരു ടേസ്റ്റ് കേട്ടോ. ഞാനിത് കൂട്ടി നോക്കുമ്പോൾ ഉപ്പും മുളകും എല്ലാം പാകമായിട്ടുണ്ടേ. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കറി വെച്ചിട്ട് ഇല്ലയെന്ന് തോന്നി. അത്രയും ടേസ്റ്റ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പടുകൂട്ടാൻ കറി ഉണ്ടാക്കണതേ. അപ്പോൾ ഇനിതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ. കുറച്ച് മാവുണ്ടായിരുന്നു, ഓട്ടടേൻ്റെ കുറച്ച് മാവുണ്ടായിരുന്നു അവിടെ. അപ്പം ഇനി അതാണ് ഇന്ന് ചായക്കടി. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചത് ഉപയോഗിക്കലില്ല. പിന്നെ ഇന്നലെ കുറച്ച് മാവ് ബാക്കിയുള്ളത് ഞാനത് വെച്ചതാണ്. പാകത്തിനെ മാവൊക്കെ കൂട്ടലുള്ളൂ. ഇതിപ്പോൾ കുറച്ചധികമായിപ്പോയി. അങ്ങനെ ദാ നമ്മളെ ഓട്ടട കടി ചുട്ടു. കുടിവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം. അപ്പം അതാ നമ്മളെ ഉണക്കമീൻ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് ഇതാ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഒക്കെ പാടനിട്ടിക്കണം, എന്താവും അറിയില്ല. ഇത് ചെറിയ ചെറിയ കുഞ്ഞു മീനായതുകൊണ്ടേ ഇത് പൊരിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. ഈ ബത്തലുണ്ട്, ഇതിൽ ചെറിയ മുള്ളനുണ്ട്, അങ്ങനെ ഒരു പലവക സൈസ് മീനാണ്. 2 മീൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സൗദ എൻ്റെ ഫ്രണ്ട് തിരൂര് കൂട്ടായിലുള്ള അവൾ തന്നതാണ് കേട്ടോ ഈ മീൻ. അവൾ ഇതിൻ്റെ മുന്നേ എനിക്ക് ഉണക്കമീൻ തന്നിരുന്നു. അവളെ ഹസ്ബൻഡ് മീൻ പിടിക്കാൻ പോകും. ഓല തൊട്ടടുത്ത് തന്നെ കായലുണ്ട്. അപ്പോൾ അതിൽ മീൻ പിടിക്കാൻ പോകും. ഒരു ദിവസം ഞങ്ങളൊരു പ്രാവശ്യം അവിടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബേഴ്സിൻ്റെ ഒരു പ്രൊമോഷൻ വർക്കാൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു കൂട്ടായി കടവിൽ വെച്ചിട്ട്. അപ്പോൾ ആ കടവിക്ക് ഞങ്ങൾ കൂട്ടായിയിൽ ഒരു റിസോർട്ടിൽ അവിടെ ഒരു ദിവസം ഞങ്ങൾ നൈറ്റിൽ നിന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയിട്ട് പോകുന്നത്. അന്ന് അവൾ എന്ത് ചെയ്തു, അവൾ അവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അവളെ യാദൃശികമായിട്ട് അവിടുന്ന് കണ്ട് അന്ന് പിറ്റേന്ന് ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങൾക്ക് കുറേ ഫ്രഷ് പച്ചമീൻ തന്നു. പിന്നെ കുറച്ച് ഉണക്കമീൻ അതിലൊക്കെ തന്നിട്ടു. അതിൻ്റെ അന്ന് പോന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് ഒരു തുഞ്ചൻ പറമ്പിൽ ഒരു പ്രവാസി കൂട്ടായ്മേൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ അന്ന് തന്നതാണ് കേട്ടോ ഈ ഉണക്കമീൻ. നല്ല ബത്തൽ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു മീനാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് നന്നാക്കാൻ കുറച്ച് പണിയാണെങ്കിലും പിന്നെ വീട്ടിൽ ഓരോന്നെ ഉണക്കിയതായതുകൊണ്ട് ഇതിൽ വലിയ നഞ്ഞൊന്നും ഉണ്ടാവില്ല. നഞ്ഞെന്ന് ഞാൻ ഉദ്ദേശിച്ച വിഷങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായോ നിങ്ങൾക്ക് വീഡിയോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വിസ്മി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമും കൂടെ ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെറിയതൊക്കെ ഷോർട്സൊക്കെ ഇടാറുള്ളൂ, വലുതൊന്നും ഇടില്ല. പാട്ട് കാര്യങ്ങളൊക്കെയാണ് ഇടുക. എല്ലാ ചാനലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അത് വെന്ത് മറിച്ചിടണം. മറിച്ചിട്ടാൽ
അപ്പുറത്ത് നല്ലൊരു കളറായിട്ടുണ്ട് മിരിമിരിയേനെ അറിയാം കിലുകിലേനെന്ന് അറിയാം. അതായത് പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് എന്ന് പറയുന്ന മാതിരി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ പൊരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് കടയിൽ നിന്ന് വാങ്ങിയ മീനല്ല, വീട്ടിൽ ഉണക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ പറയും ഉണക്കമീനൊന്നും വല്ലാതെ കഴിക്കരുത്, കേടാണ് ഉപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇതൊരു പാകത്തെ ഉപ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.